നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA മുന്നണിയെ ഭരണത്തിൽ നിന്നും താഴെയിറക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രൂപീകരിച്ച ഒരു രാഷ്ട്രീയ മുന്നണിയാണ് ഇന്ത്യ മുന്നണി. NDA എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പകരമായി മറ്റ് NDAയെയും BJPയുടെയും നയങ്ങളെ എതിർക്കുന്ന ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത്. പല സംസ്ഥാനങ്ങളിലും പരസ്പരം പോരടിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും BJPക്കെതിരെ ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് വന്നു. ആ രീതിയിൽ BJPയെ തറപറ്റിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു മുന്നണിക്കുണ്ടായിരുന്നു. തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവ് നിതീഷ് കുമാർ, അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു. നിതീഷ് കുമാറും തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിയും ഇടതു പാർട്ടികളും കോൺഗ്രസും അതോടൊപ്പം തന്നെ ബീഹാറിൽ നിന്നുള്ള തേജസ്വി യാദവ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള അഖിലേഷ് യാദവ് എന്നിങ്ങനെയുള്ള നിരവധി രാഷ്ട്രീയ പ്രമുഖന്മാരാണ് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത്. മഹാരാഷ്ട്രയിൽ നിന്നും ശരത് പവാർ അടക്കമുള്ള അതികായകന്മാർ മുന്നിട്ടിറങ്ങിയതോടുകൂടി ശക്തമായ ഒരു മുന്നണി രൂപീകരിക്കാൻ അന്ന് ഇവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുക എന്ന ഒരു സാഹചര്യത്തെ തടയാൻ മാത്രമാണ് ഈ മുന്നണിക്ക് കഴിഞ്ഞത്. നരേന്ദ്രമോദി NDA പിന്തുണയോടുകൂടി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്ന് പറഞ്ഞാൽ 2024 ഇന്ത്യ മുന്നണി ലക്ഷ്യം വെച്ചത് എന്താണോ അത് നേടാൻ സാധിച്ചില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് ചെറിയൊരു കോട്ടം വരുത്താൻ, അതായത് അന്ന് വരെ 2014 ഒറ്റയ്ക്കാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2019 BJPക്ക് 300-ലധികം സീറ്റുകൾ കിട്ടുന്നു. 400-ലധികം സീറ്റുകൾ NDA ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പ് NDA രംഗത്തിറങ്ങിയത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും തടയാൻ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം സഹായമായി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദിയെ ഒരു മുന്നണി ഭരണത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുക്കി നിർത്താൻ സാധിച്ചുവെങ്കിലും പിന്നീട് അങ്ങോട്ട് വളർന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളെ ഉണ്ടാക്കി വിടുവാനോ അല്ല എങ്കിൽ കൂടുതൽ സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കാനോ അങ്ങനെയൊന്നും പിന്നീട് ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ കാര്യമായ പ്രവർത്തനമൊന്നും നടന്നില്ല. മാത്രമല്ല, ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ കഴിഞ്ഞുപോയ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയോ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ 7 അയലത്ത് അടുപ്പിക്കാതെയാണ് മമതാ ബാനർജി ബംഗാളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനു മുമ്പ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളെ ഒന്നും കൂട്ടാതെ ഒറ്റയ്ക്ക് ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും തോൽവി അറിയുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ദില്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയില്ല. പിന്നീട് ഉത്തർപ്രദേശിൽ നടന്ന ബൈ ഇലക്ഷനുകളിലൊന്നും തന്നെ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാൻ അഖിലേഷ് യാദവ് തയ്യാറായില്ല. ഏറ്റവും ഒടുവിലായി നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തേജസ്വി യാദവ് ഒപ്പം കൂട്ടിയെങ്കിലും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല. പക്ഷേ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ തോൽവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയത് കോൺഗ്രസ് ആണ് എന്ന് തേജസ്വി യാദവ് ചില സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നുവെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്കെതിരായി രൂപം കൊണ്ട ഈ ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നത് ഇപ്പോൾ ഒരു നേതാക്കളെ കൊണ്ടും സാധിക്കാത്ത കാര്യമാണ്. ആദ്യകാലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ശരത് പവാറിന് ഇപ്പോൾ പഴയ ആത്മവിശ്വാസമില്ല. അന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഉദ്ധവ് താക്കറയ്ക്കും വലിയ ആത്മവിശ്വാസമില്ല. കാരണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തകർന്ന് തരിപ്പണമാകി. അന്നുണ്ടായിരുന്ന നിതീഷ് കുമാർ ആകട്ടെ അവിടെ നിന്നും പിരിഞ്ഞുപോയി ഭരണപക്ഷത്തേക്ക് അല്ലെങ്കിൽ NDAയിലേക്ക് വരികയും ചെയ്തു. ഇന്ന് NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായി മാറുകയും ചെയ്തു. AIADMK ആകട്ടെ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഏതാണ്ട് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. അതായത് തമിഴ്നാട്ടിൽ തങ്ങളുടെ ഒപ്പം നിന്ന്
തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് വിജയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോൾ വിജയുടെ പാർട്ടിയായ TVKയ്ക്കൊപ്പം പോവുകയും തങ്ങളെ ചതിക്കുകയും ചെയ്തു എന്നാണ് DMK പറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നണിയിൽ ഇനി ഞങ്ങൾ തുടരില്ല എന്ന് DMK അറിയിക്കുന്നു. എന്ന് മാത്രമല്ല, ലോക്സഭയിൽ ഞങ്ങൾക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്ന് DMK ഇപ്പോൾ സ്പീക്കറോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 15 കഷ്ണങ്ങളായി ഇതാ ഈ ഇന്ത്യ മുന്നണി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയെ പുനരാരംഭിക്കണം, അല്ലെങ്കിൽ പുനഃക്രമീകരിക്കണം, പുനരുജ്ജീവിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മമതാ ബാനർജി രംഗത്ത് വരുന്നത്. പശ്ചിമ ബംഗാളിൽ വലിയ തെരഞ്ഞെടുപ്പ് തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് മമതാ ബാനർജിക്ക് ബോധോദയം ഉണ്ടാകുന്നത്. BJPക്കെതിരെ ഒറ്റയ്ക്ക് നിന്നാൽ പറ്റില്ല, എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം, ഒരു വിശാല പ്രതിപക്ഷ സഖ്യം ഉണ്ടാകണം എന്നൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കവുമായി മമതാ ബാനർജി ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അക്കാര്യങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ തോറ്റ് തൊപ്പിയിട്ടതിന് ശേഷം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി മമതാ ബാനർജി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ അതിനോട് അനുകൂലമായിട്ടല്ല ഇടതു പാർട്ടികളും അതുപോലെ തന്നെ കോൺഗ്രസും പ്രതികരിച്ചിരിക്കുന്നത്. കാരണം പശ്ചിമ ബംഗാളിൽ BJPയുടെ വളർച്ചയ്ക്ക് കാരണമായത് മമതാ ബാനർജിയുടെ നയങ്ങളാണ് എന്നാണ് ഇടതു മുന്നണിയും കോൺഗ്രസും പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPക്കെതിരെ തൽക്കാലം ഞങ്ങൾ മമതയ്ക്കൊപ്പം ചേരുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകവും ഇടതു പാർട്ടികളുടെ ബംഗാൾ ഘടകങ്ങളും ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം അഖിലേഷ് യാദവ് മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മമതാ ബാനർജിയെ തോൽവിക്ക് ശേഷം സന്ദർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ബീഹാറിൽ നിന്നുള്ള തേജസ്വി യാദവിനും കോൺഗ്രസിനോട് വലിയ അപ്രീതിയുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഈ തേജസ്വി യാദവ് പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല. രാഹുൽ ഗാന്ധി വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ടാണ് ബീഹാറിൽ മുന്നോട്ട് പോയത്. അവിടെ RJDയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പകരം വോട്ട് ചോരി പോലെയുള്ള നട്ടാൽ കുരുക്കാത്ത നുണയുമായി രാഹുൽ ഗാന്ധി മറുഭാഗത്തുകൂടി പ്രചരണം നടത്തുകയായിരുന്നു. ഇതാണ് തോൽവിയുടെ ആഘാതം കൂട്ടിയത് എന്ന് തേജസ്വി യാദവ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി സംവിധാനത്തിലേക്ക് തൽക്കാലമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് തേജസ്വി യാദവ്. DMK എന്തായാലും പിണങ്ങി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഖിലേഷ് യാദവും തൽക്കാലം കോൺഗ്രസിനെ വിശ്വസിക്കാൻ തയ്യാറല്ല. കാരണം കഴിഞ്ഞ ബൈ ഇലക്ഷനുകളിൽ കോൺഗ്രസിനെ ഒപ്പം കൂട്ടാൻ അഖിലേഷ് യാദവ് തയ്യാറായില്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ വലിയ വിലപേശലുകളാണ് ഈ പറയുന്ന മുന്നണികളുമായിട്ടൊക്കെ അതത് സംസ്ഥാനങ്ങളിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ഇനി കൈകോർക്കാൻ തയ്യാറല്ല എന്ന അഭിപ്രായത്തിലേക്ക് രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളായ DMK, അതുപോലെ തന്നെ AIADMK, അതോടൊപ്പം ഈ തൃണമൂൽ കോൺഗ്രസ്, തേജസ്വി യാദവിൻ്റെ RJD എന്നീ പാർട്ടികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു മുന്നണിക്കുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് പുറത്തു വരുന്നത്. മൂന്നാം മുന്നണി രൂപീകരണം പലതവണ പരാജയപ്പെട്ടു പോയതാണ്. രണ്ടാമത്തെ മുന്നണി തന്നെ ഇപ്പോൾ വലിയ പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മൂന്നാം മുന്നണിയുടെ പ്രസക്തി എന്ത് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസിനെ പോലെയുള്ള ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള പാർട്ടികളെ ഒരുമിപ്പിച്ചുകൊണ്ട് മറ്റൊരു മുന്നണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ദേശീയ തലത്തിൽ ചർച്ച നടക്കുന്നുവെന്നാണ് സൂചന. അങ്ങനെയുള്ള ചർച്ചകൾ ഫലവത്തായാൽ തീർച്ചയായും ഇന്ത്യ മുന്നണി അതിൻ്റെ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് വ്യക്തമാകാൻ സാധിക്കും. നരേന്ദ്രമോദി എന്താണോ ഇച്ഛിച്ചത് അത് നടക്കാൻ പോവുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടുകൂടി നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന നിലയിലേക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. ഒരു 20 വർഷത്തേക്ക് കേന്ദ്ര ഭരണം മറ്റാരും കാണേണ്ടതില്ല എന്ന് വിദഗ്ധരുടെ അഭിപ്രായങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വരുന്നു. ആ റിപ്പോർട്ട് ശരിവയ്ക്കുന്ന രീതിയിലാണ് ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പോകുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ മറ്റൊരു മുന്നണി രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നതും.